നിയോജക മണ്ഡലത്തിന്റെ വനമേഖലയോട് ചേർന്നുള്ള മനുഷ്യജീവിതത്തിന്റെ സുരക്ഷയ്ക്കും ആശ്വാസത്തിനുമായി LDF സർക്കാർ നടപ്പാക്കിയത് കോടികളുടെ ക്ഷേമ പ്രവർത്തനങ്ങളാണ്. വന്യജീവി ശല്യം ലഘൂകരിക്കുന്നതിനായി നിലമ്പൂർ മണ്ഡലത്തിലാകെ കഴിഞ്ഞ 9 വർഷം വനംവകുപ്പ് 621.17 ലക്ഷം രൂപയുടെ പ്രതിരോധ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടപ്പാക്കിയത്. അടിസ്ഥാന സൗകര്യ വികസനത്തിനും ആദിവാസി ഉന്നമനത്തിനും അനവധി പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്തു. 900-ലധികം കുടുംബങ്ങൾക്കായി 1000-ഓളം ഹെക്ടർ ഭൂമിയാണ് നിയമാനുസൃതം വിതരണം ചെയ്തത്. നിലമ്പൂർ നോർത്ത് ഡിവിഷനിൽ വനാവകാശ നിയമപ്രകാരം 715 പേർക്കായി 250.3881 ഹെക്ടർ ഭൂമിയുടെയും സൗത്ത് ഡിവിഷനിൽ 239 പേർക്കായി 26.0478 ഹെക്ടർ ഭൂമിയുടെയും അവകാശരേഖ ഇക്കാലയളവിൽ സർക്കാർ കൈമാറി. വന്യജീവി ആക്രമണത്തെ തുടർന്ന് 2 ഡിവിഷനിലായി ആകെ 787.194 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി നൽകുകയും ചെയ്തു. കൃഷിയിടങ്ങളെയും വീടുകളെയും വന്യജീവികളിൽ നിന്നും സംരക്ഷിക്കാനും വിവിധങ്ങളായ സുരക്ഷാ പദ്ധതികളാണ് കാര്യക്ഷമമായി നടപ്പാക്കിയത്. 145.51 കിലോമീറ്റർ ദൂരത്തിലാണ് സോളാർ വേലി നിർമ്മിച്ചത്. 46.90 കിലോമീറ്റർ ദൂരത്തിൽ സോളാർ തൂക്കുവേലിയും 4.53 കിലോമീറ്റർ ദൂരത്തിൽ ആനക്കിടങ്ങും 2.37 കിലോമീറ്റർ ദൂരത്തിൽ ആനമതിലും നിർമ്മിച്ചു. നിലമ്പൂർ സൗത്ത് ഡിവിഷനിലെ കരുളായി കാളികാവ് റേഞ്ചിലായി 23.25 കിലോമീറ്റർ സൗരോർജ്ജ തൂക്കുവേലി നിർമ്മിക്കുന്നതിന് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭരണാനുമതി ലഭിച്ചിട്ടുണ്ട്. വനവിഭവങ്ങൾ വിൽപ്പന നടത്തുന്നതിന് അരുവാക്കോട് ഇക്കോ ഷോപ്പ് ആരംഭിച്ചു. കനോലി കെസ്വിൽ കോമ്പൗണ്ടിൽ ഹെൽബൽ ഗാർഡൻ, നക്ഷത്രവനം, ബട്ടർഫ്ലൈ ഗാർഡൻ, ഓപ്പൺ മാർക്കറ്റ് എന്നിവ നിർമ്മിച്ചു. കരളായി റേഞ്ചിലെ നെടുങ്കയത്ത് 35.44 ലക്ഷം രൂപ ചെലവിൽ ഇക്കോ ടൂറിസം അമ്യൂണിറ്റി സെന്റർ നിർമ്മിച്ചു. കൂടാതെ അനവധി റോഡ് നിർമ്മാണങ്ങളും ഇക്കാലയളവിൽ പൂർത്തിയായി. നിലമ്പൂരിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് അത്യന്തം വിഷമകരമായ സാഹചര്യത്തിൽ ജീവിക്കുന്നവരെ ചേർത്ത് പിടിക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ കൃത്യമായി നടപ്പാക്കുന്നത്. MLA ആയിരുന്ന PV അൻവറിന്റെ നിസ്സഹരണമുണ്ടായിട്ടും വനമേഖലയിലെ പാവങ്ങൾക്കായി LDF സർക്കാർ ആവിഷ്കരിച്ച വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ തന്നെയാണ് നിലമ്പൂരിൽ സ്വരാജിന്റെ വിജയസാധ്യത വർദ്ധിപ്പിക്കുന്നത്. അനന്തുവിന്റെ അപകട മരണം രാഷ്ട്രീയ ആയുധമാക്കുന്ന UDF സ്ഥാനാർത്ഥിയുടെ പിതാവും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന ആര്യാടൻ മുഹമ്മദ് നിരവധി വർഷങ്ങൾ MLA-യും മന്ത്രിയുമൊക്കെ ആയിരുന്നിട്ടും തിരിഞ്ഞു നോക്കാത്ത പ്രദേശങ്ങളിലേക്കാണ് LDF സർക്കാരിന്റെ വികസന കൈത്താങ്ങും സംരക്ഷണ വലയവും വന്നെത്തിയത്. എന്നാൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂരിൽ പ്രചരണ രംഗത്ത് ആവേശമായി AISF നേതൃത്വത്തിൽ വിദ്യാർത്ഥി റാലി. LDF സ്ഥാനാർത്ഥി M സ്വരാജിന്റെ ചിത്രം പതിച്ച പ്ലക്കാർഡുകളേന്തി ടൗൺ ചുറ്റി നടത്തിയ റാലിയിൽ 100 കണക്കിന് AISF പ്രവർത്തകർ അണിനിരന്നു. സംസ്ഥാന പ്രസിഡന്റ് ബിബിൻ എബ്രഹാം, സെക്രട്ടറി A അദിർ, ദേശീയ സെക്രട്ടറി P കബീർ, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിമാരായ KA അഖിലേഷ്, B ദർശിത്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് PA ഇസ്മായിൽ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ KK സോയ, സുമല സുകുമാരൻ, ജിജോ, ജില്ലാ ഭാരവാഹികളായ അർജുൻ മുരളീധരൻ, അർഷാദ്, നിയാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. എന്നാൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച പശ്ചാത്തലത്തിൽ വഴിക്കടവ് പഞ്ചായത്ത് ഭരണസമിതിയുടെ കുറ്റകരമായ അനാസ്ഥയ്ക്കെതിരെ LDFന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. മാർച്ച് CPM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. K ജംഷീർ അധ്യക്ഷതയും വഹിച്ചു. വിദ്യാർത്ഥിയുടെ മരണത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിച്ച UDFനെ തന്നെ ഇത് തിരിഞ്ഞു കുത്തുകയാണെന്ന് വിജയരാഘവൻ പറയുകയുണ്ടായി. എന്നാൽ കൃഷിക്കും മറ്റും നാശം വിതയ്ക്കുന്ന കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാനുള്ള ഒരു സംവിധാനം നാട്ടിലുണ്ടായിട്ടും അത് നടപ്പിലാക്കാത്തത് വഴിക്കടവ് പഞ്ചായത്ത് ഭരണസമിതിയുടെ കഴിവുകേടാണ്. പന്നിവേട്ടക്കാർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന പ്രവർത്തനമാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതോടൊപ്പം അനന്തുവിന്റെ മരണത്തിൽ ഇടപെട്ട് ബാലാവകാശ കമ്മീഷൻ 2 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകണം. കാട്ടുപന്നിയെ പിടിക്കാൻ അനധികൃതമായി സ്ഥാപിച്ച വൈദ്യുതി കമ്പിയിൽ കുരുങ്ങി മരിച്ച അനന്തുവിന്റെ വീട്ടിൽ കമ്മീഷൻ അംഗം KV മനോജ് കുമാർ സന്ദർശനം നടത്തി. സംഭവത്തിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ പോലീസിൽ നിന്നും അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ കമ്മീഷൻ നിർദ്ദേശവും നൽകി. വഴിക്കടവിലെ വീട്ടിൽ സന്ദർശനം നടത്തിയ ബാലാവകാശ കമ്മീഷൻ അംഗം അനന്തുവിന്റെ കുടുംബാംഗങ്ങളിൽ നിന്നും വിവരങ്ങൾ തേടി.
അനധികൃത വൈദ്യുത വേലികൾ സ്ഥാപിക്കുന്നതിനെക്കുറിച്ചും ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ചും കമ്മീഷൻ വ്യക്തമാക്കി. അനന്തുവിന്റെ ദാരുണമായ മരണം പ്രദേശത്ത് വലിയ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. കാട്ടുപന്നി ശല്യം രൂക്ഷമായ പല പ്രദേശങ്ങളിലും അനധികൃതമായി വൈദ്യുതി വേലികൾ സ്ഥാപിക്കുന്നത് പതിവാണെന്നും ഇത് മനുഷ്യജീവന് ഭീഷണിയാണെന്നും ആക്ഷേപമുയർന്നിരുന്നു. ബാലാവകാശ കമ്മീഷൻ ഇടപെടൽ ഇത്തരം സംഭവങ്ങളിൽ കർശന നടപടികൾക്ക് വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷ. എന്നാൽ അനന്തുവിന്റെ മരണത്തെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന് നിലമ്പൂരിലെ LDF സ്ഥാനാർത്ഥി M. സ്വരാജ് പറഞ്ഞു. ഇത്തരം ദുരന്തങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കാൻ രാഷ്ട്രീയം മറന്ന് എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ് വേണ്ടതെന്നും M. സ്വരാജ് പറഞ്ഞു. LDF ഭരിക്കുമ്പോഴും UDF ഭരിക്കുമ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്ന് അതാരും രാഷ്ട്രീയവൽക്കരിച്ചിരുന്നില്ല. രാഷ്ട്രീയവൽക്കരിക്കാനുള്ള നീക്കം നടന്നത് നിലമ്പൂരിന് പുറത്തുള്ള ചില നേതാക്കന്മാരുടെ നേതൃത്വത്തിലാണ്. അവരാണ് ആശുപത്രിയിലേക്കുള്ള വഴി തടഞ്ഞത്. വൈകിയാണെങ്കിലും അവർക്കത് ബോധ്യമായിട്ടുണ്ടാവും. പ്രതിഷേധത്തെ തള്ളിപ്പറയുന്നില്ല. എന്നാൽ അനന്തു കൊല്ലപ്പെട്ടയുടൻ തന്നെ നിലമ്പൂരിലുണ്ടായ പ്രതിഷേധത്തോട് വിയോജിക്കുകയാണ് തങ്ങൾ ചെയ്തത്. ആശുപത്രിയിലേക്കുള്ള വഴിയാണ് തടഞ്ഞത്. ആ സമയത്ത് അത്യാസന്ന നിലയിലുള്ള ഒരു രോഗി വന്നാൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് ആലോചിക്കണം. വീണ്ടും വിചാരമില്ലാതെ ആരെങ്കിലും അങ്ങനെ ചെയ്താൽ നേതാക്കൾ ഇടപെട്ട് പരിഹരിക്കേണ്ടതാണ് ആ വിഷയം. അതാണ് ചൂണ്ടിക്കാട്ടിയത്. അതല്ലാതെ എന്ത് പ്രതിഷേധത്തിനും ആർക്കും അവകാശമുണ്ട്. 2 മാസം മുമ്പ് പുത്തരിപ്പാടത്തും സമാനമായ രീതിയിൽ ഒരാൾ കൊല്ലപ്പെട്ടിരുന്നു. പുത്തൻ വീട്ടിൽ രാമകൃഷ്ണൻ എന്ന കുഞ്ഞുകുട്ടനാണ് മരിച്ചത്. ഒരു സജീവ കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. സഹപ്രവർത്തകൻ മരിച്ചപ്പോഴെങ്കിലും കൂടെയുള്ളവർക്കും ദുഃഖവും രോഷവും ഒക്കെ ഉണ്ടാവും. അന്ന് പക്ഷേ ആരും വഴി തടഞ്ഞിട്ടില്ല. അന്ന് മരിച്ചയാളുടെ വീട് സന്ദർശിക്കാൻ പോലും അറിയപ്പെടുന്ന ഒരു നേതാവും പോയിട്ടില്ല എന്നാണ് കേട്ടത്. കാരണം അന്ന് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നില്ല. ഇന്ന് ഉപതെരഞ്ഞെടുപ്പുണ്ട്. അതുകൊണ്ട് വഴി തടഞ്ഞു. ഇവിടെ പന്നിയെ വെടിവെക്കാൻ ലൈസൻസ് ഉള്ള നിയോഗിക്കപ്പെട്ട ആളുകളുണ്ടെന്നും അവർ പ്രതിഫലം ലഭിക്കാത്തതിനാൽ ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്നില്ലെന്നും സ്വരാജ് കൂട്ടിച്ചേർത്തു.